ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്ലാൻ ഹണ്ടിങ് വീഡിയോ ആണ്. എവിടെ പോയാലും ഞാൻ എന്തെങ്കിലും പ്ലാൻസൊക്കെ എവിടെന്നെങ്കിലും കാട്ടിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ടിരാറുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ പ്ലാൻ ഹണ്ടിങ് ആണല്ലോ. അപ്പോൾ ആ ഒരു ട്രെൻഡിങ്ങിനനുസരിച്ച് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് paniyeli പോരു എന്ന് പറയുന്ന സ്ഥലത്താണ്, എറണാകുളം ജില്ലയിൽ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മൾ പ്ലാൻ ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പേര് സിംഗപ്പൂർ ഡേസി എന്നാണ്. പേര് സിംഗപ്പൂർ ഡേസി എന്നാണെന്നുണ്ടെങ്കിലും ഇത് കേരളത്തിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഒരു വീട് പോലെ തന്നെയാണ് ഇത് കാണുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ്. ഗാർഡനൊക്കെ വലിയ ഗാർഡനൊക്കെ ഉള്ളവർക്ക് ഫില്ല് ചെയ്യാനായിട്ട് ലോണിന് പകരം ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. നല്ല എളുപ്പത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാനിതിൻ്റെ 1-2 റൂട്ടഡ് ആയിട്ടുള്ള കഷ്ണങ്ങളും അതുപോലെ തന്നെ സ്റ്റെം കട്ടിങ്സും ആണ് ഞാനിപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. ആ മതിലിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ ഫേൺസ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫേൺസ് കിട്ടുക. അതുകൊണ്ട് മാക്സിമം ഞാൻ ഫേൺസ് കളക്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടികളാണ് കേട്ടോ ഫേൺസ്. അപ്പോൾ ഇതും ഒരു ഫേൺ വെറൈറ്റിയാണ്. സെറാപ്റ്റോ ടെറിസ് എന്ന് പറയുന്ന ഫേൺ സ്പീഷീസിൽ പെടുന്ന ഒരു ഫേണാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോട്ട് ചെയ്ത് നോക്കാം പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇത് ആലുവയിലും കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് 1-2 എണ്ണം പൊക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചെറിയൊരു ഉൾവിളി, എന്തൊക്കെയോ ചെടികൾ നമ്മളിവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. അതുമാത്രമല്ല, ഒരുപാട് വിശാലമായിട്ട് കിടക്കുന്ന പറമ്പുകളൊക്കെ ഉണ്ട്. ആരും വലിയ ആൾതാമസമൊന്നും ഇല്ലാത്ത വീടുകളുമാണ്. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് മുന്നിൽ നടന്നു. ചേട്ടൻ കാറുമായിട്ട് പതുക്കനെ എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ നോക്കുമ്പോൾ ഒരുപാട് മണി പ്ലാന്റ്സ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു വേലിയാണ് കണ്ടത്. വേലിയല്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു വീടും അതുപോലെ തന്നെ പറമ്പുമാണ്. അവിടെ ഒരുപാട് മണി പ്ലാന്റ് എന്താ പറയുക, നമുക്ക് ഇഷ്ടം പോലെ ടൺ കണക്കിന് കൊണ്ടുപോകാം. പക്ഷേ ഞാൻ 1-2 കമ്പ് എടുത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി മണി പ്ലാന്റുകൾ ഉണ്ട്. പക്ഷേ ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിലില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും കൂടെ വൈൽഡ് ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ ഇലയ്ക്ക് നല്ല ഒരു ആലിലയുടെ അതേ ഷേപ്പിലുള്ള എന്താ പറയുക ഒരു ലീഫാണ്. ഗ്രീൻ കളറാണ് കേട്ടോ ഈ മണി പ്ലാന്റിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന. വളരെ ചെറിയ എമൗണ്ടിലേ ഇവിടെ യെല്ലോ കളറുള്ളൂ ഈ ഒരു മണി പ്ലാന്റിൽ. അപ്പോൾ വീണ്ടും ഞാൻ അതിൻ്റെ 3-4 കട്ടിങ്സൊക്കെ എടുത്തു, നമ്മുടെ കാറിൽ ഡിക്കിയിൽ വെച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആളനക്കം ഇല്ലാത്ത സ്ഥലമാണ്. തീർച്ചയായിട്ടും അവിടെ പാമ്പും അതുപോലെ തന്നെ ഇഴജന്തുക്കളും ഉണ്ടാവും. അപ്പം നമ്മൾ കാലുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്തിട്ട് വേണം അവിടെയൊക്കെ കൈ ഇടാനായിട്ട്. പിന്നെ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യുക തീർച്ചയായിട്ടും. ഉണ്ടെങ്കിൽ എന്നല്ല, മസ്റ്റായിട്ടും യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് പലരും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒരു ആപത്തും വരാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കയ്യിൽ കവറിടും. എന്താ പറയുക, നമുക്കിതുപോലെ കാട്ടിൽ നിന്ന് കിട്ടുന്ന പല ചെടികൾക്കും വിഷത്തിൻ്റെ വിഷാംശം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഒരു കയ്യിലൊരു കവർ ഇട്ടിട്ട് വേണം നമ്മളിത് പറിക്കാനായിട്ട്. പിന്നെ കത്രികയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ എളുപ്പത്തിൽ പറിക്കാവുന്നതായതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് പറിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത ഒരു പറമ്പിലുണ്ടായിരുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇൻവേസീവായിട്ട്, അതായത് കീഴടക്കിയിരിക്കുകയാണ് ആ പറമ്പ് മൊത്തം ഈ ഒരു ചെടിയും അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള ഓറഞ്ചും യെല്ലോ ആയിട്ടുള്ള പൂക്കൾ എന്താ പറയുക കീഴടക്കിയിരിക്കുകയാണ്. ഇത് പോട്ടിൽ, ഹാങ്ങിങ് പോട്ടിലൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഗാർഡൻ ഫില്ല് ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂവിടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ പേര് സൺസെറ്റ് ബെൽസ് എന്നാണ്. നല്ല ഭംഗിയുള്ള മഞ്ഞ നിറത്തിൽ ഓറഞ്ച് നിറത്തിലൊക്കെ പൂവുണ്ടാവും കേട്ടോ. ഇതിൽ ഓറഞ്ച് നിറത്തിലുള്ള പൂവല്ല, അതിൻ്റെ ഒരു തണ്ടാണ്. പക്ഷേ മഞ്ഞ നിറത്തിനേലും കൂടുതൽ എടുത്തു കാണിക്കുന്ന ഒരു അട്രാക്റ്റീവ് കളർ ഓറഞ്ചാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നമ്മളതിൻ്റെ കുറച്ച് സ്റ്റെം കട്ടിങ്സും റൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും എടുത്തു. അങ്ങനെ നമ്മൾ വീണ്ടും ആ പറമ്പിൽ തന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കിതേ വൈറ്റ് കലേഡിയം, വേറൊരു വെറൈറ്റി കലേഡിയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതും കൂടി എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് വെച്ചിട്ട് വരാം കേട്ടോ. കയ്യിൽ വേണമെങ്കിൽ ഒരു കവർ കരുതായിരുന്നു. പക്ഷെ നമുക്കിത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായതുകൊണ്ട് ഞാൻ കാറിൽ തന്നെ കവർ വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അത് കവറിലേക്ക് ആക്കിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോയിട്ട് മറ്റേ കലേഡിയം കൂടി എടുത്തിട്ട് വരാനുള്ള പ്ലാനിലാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഇതേ സ്പോട്ടിൽ വീണ്ടും തിരിച്ചു വന്നപ്പോഴത്തേനും അതേ ടൊറേനിയ കണ്ടു ഞാൻ. ഇപ്പോൾ ഒരുപാട് പേര് വളർത്തുന്ന ചെടിയാണ് ടൊറേനിയ. ഇത് എനിക്ക് തോന്നുന്നു ഹാങ്ങിങ് ടൊറേനിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ വളരെ എന്താ പറയുക, മിനിയേച്ചർ ടൈപ്പാണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു കളറാണ്, വയലറ്റ് കളറാണ്. എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള കളറാണ്. എന്നാൽ പോലും ഇത്ര മിനിയേച്ചർ ആയിട്ടുള്ള ടൊറേനിയ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ അതിനെയും റൂട്ടോടെ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ശരിക്കും ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കലേഡിയം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു കലേഡിയം നമ്മൾ എലഫൻറ്റ് ഇയർ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ആ ഒരു വിഭാഗത്തിൽ പെടുന്ന കലേഡിയം ആണ്. അപ്പോൾ ഇതും ഞാൻ എടുത്തു, പക്ഷേ റൂട്ടോടെ വരുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാം, ചിലപ്പോൾ റൂട്ടോടെ നമുക്ക് കിട്ടുമായിരിക്കും. യെസ്, അത് റൂട്ടോടെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് പോട്ടിലാക്കാം. എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഓൾറെഡി. ഇതിൻ്റെ 1-2 എണ്ണം ഉണ്ട്. പക്ഷെ നമ്മൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീട്ടിൽ വരുമ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക, സെയിലൊന്നും ചെയ്യുന്നില്ല. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പ്ലാന്റ് ഹണ്ടിങ്. പിന്നെ അത്യാവശ്യം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യുന്നല്ലാണ്ട് ഞാൻ സെയിലൊന്നും ചെയ്യാറില്ല. മിക്കപ്പോഴും എക്സ്ചേഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ട്സിനൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവരുടെ കയ്യിലുള്ള വെറൈറ്റീസ് നമ്മൾ വാങ്ങിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരുപാട് ചെടികൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ, അത് വേറൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇനിയിപ്പോൾ യാത്ര തുടരാം. ഒരുപാട് ചെടികൾ നമ്മൾ ഇന്ന് കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് ഫേൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും എടുത്തില്ല. നമുക്ക് കോമൺ ആയിട്ട് കാണുന്നൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു. അൺകോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ഫേൺ സ്പീഷീസ് മാത്രമേ നമ്മളിന്ന് ഇവിടെ കളക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതുപോലുള്ള യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ചാനൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് ടൈമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ യാത്രകളെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ എന്താ പറയുക, ഇതുപോലെ പച്ചപ്പ് സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് കലേഡിയം വെറൈറ്റീസ് നമുക്ക് ഈ ഒരു സമയത്ത് കാണാനായിട്ട് സാധിക്കും. എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ കലേഡിയം കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു സമയം മൺസൂണിന് ശേഷം നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ കലേഡിയവും പിന്നെ ഫേൺസൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ലില്ലിയൊക്കെ ഒരു സൈഡിൽ ഉണ്ടായി നിൽക്കുന്നത് കണ്ടു. ഞാനൊന്നും എടുത്തില്ല. എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് ഓൾറെഡി ലില്ലി വെറൈറ്റീസൊക്കെ 1-2 ടൈപ്പ് ഉണ്ട്. എനിക്കിതുവരെ പൂട്ടിട്ടില്ല, അതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല. പക്ഷേ ഈ ഒരു റെഡ് കലേഡിയം ഞാൻ എടുത്തു. അത് വേറൊരു സ്ഥലത്തു നിന്നാണ്. ഇവിടെ നിന്ന് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മറ്റ് സ്ഥലങ്ങളിൽ ഇത് കോമൺ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തില്ല. വേറൊരു സ്ഥലത്ത് നല്ല ഭംഗിയോടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫോറസ്റ്റ് ഏരിയ ആണ്, അത്യാവശ്യം ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ദേ ഇവിടെ ഒരുപാട് ഫേൺസ് നിൽക്കുന്നുണ്ട്, ക്രോട്ടൺ പ്ലാന്റ്സ് നിൽക്കുന്നുണ്ട്. ഇതാരോ നട്ട് വളർത്തിയത് തന്നെയാണ്. പക്ഷേ ഇവിടെ ആരും ഇല്ല കേട്ടോ, ചുറ്റെങ്ങും ആരും ഇല്ല, വീടുകളും ഇല്ല. പിന്നെന്താ, പറമ്പിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇത് നിൽക്കുന്നത് റോഡ് സൈഡിലാണ്. അതുകൊണ്ട് ഞാൻ ആ ക്രോട്ടൺ ചെടികളുടെ 1-2 കമ്പെടുത്തു. അതുപോലെ തന്നെ ആ ഫേൺ വെറൈറ്റി എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് ആയതുകൊണ്ട് ഞാനത് എടുത്തില്ല. മെയ്ഡൻ ഹെയർ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ നമ്മൾ പാണിയേലി പോര് എത്തിയിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകൾ കണ്ടു. എല്ലാം ഒന്നും ഞാൻ മൊബൈലിൽ പകർത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് മൊബൈൽ കൊണ്ടിരിക്കാനായിട്ടുള്ളൊരു പരിമിതി ഉണ്ടല്ലോ, മോളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും ഞാൻ അത്യാവശ്യം കാഴ്ചകളൊക്കെ മൊബൈലിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാണിയേലിപ്പോര് ക്ലോസ്ഡ് ആയിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തേനും. പിന്നെ ക്ലോസ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ കയറില്ല എന്ന് ഞങ്ങൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ കോവിഡിൻ്റെ പ്രോബ്ലംസ് ഉള്ളത് കാരണം ജസ്റ്റ് അവിടം വരെ പോയിട്ട് ഈ പ്ലാന്റ് ഹണ്ടിങ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വരാമെന്നുള്ളതാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ തന്നെ ഒരു 2 കുപ്പി വെള്ളം ഞാൻ കയ്യിൽ കരുതിയിരുന്നു. ഒരു കുപ്പി നമുക്ക് കുടിക്കാനുള്ള വെള്ളം, പിന്നെ മോളുടെ ഫുഡ് ഐറ്റംസ്, അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ഞാൻ എടുത്തിരുന്നു. അത് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ എന്തായാലും എടുക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കൈകൾ കഴുകാനും സാനിറ്റൈസ് ചെയ്യാനായിട്ടുള്ള കംപ്ലീറ്റ് ഞാൻ സെറ്റപ്പ് റെഡിയാക്കിയിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൈയൊക്കെ കാട്ടിലൊക്കെ കൈയിടുമ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹാൻഡ് വാഷും അതുപോലെ തന്നെ വെള്ളമൊക്കെ കയ്യിൽ കരുതാട്ടോ ഇങ്ങനെ പോകുന്നവർ. അപ്പോൾ അത് നമ്മുടെ സേഫ്റ്റിക്ക് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്രയും സേഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കയ്യിൽ
കയ്യിൽ കരുതണം. അപ്പോൾ അങ്ങനെ നമ്മുടെ തിരിച്ച് നമ്മൾ യാത്ര വരികയാണ്. പാണിയേലി പോര് വരെ നമ്മളിപ്പോൾ പോയി, എന്നിട്ട് നമ്മളിപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് കുറേ സ്ഥലത്ത് സ്റ്റോപ്പ് ഇടാനുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ സ്പീഡിലാണ് പോയത്. തിരിച്ച് വരുമ്പോഴത്തേനും കുറേ ചെടികൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കാറിലേക്ക് ആക്കണം കേട്ടോ. അപ്പോൾ ഒന്നാണ് നമ്മുടെ ഈ കുഞ്ഞു കലേഡിയം, നല്ല കളർഫുള്ളായിട്ട് വൈറ്റ് ആൻഡ് ഈ ഒരു റെഡ് ഡോട്ട്സ് ഉള്ള ഈ കലേഡിയമാണ് നമ്മൾ അടുത്തതായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് പറിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാടുണ്ട്. പണിയേലിപ്പോരിനോട് അടുക്കുമ്പോൾ തന്നെ ഒരുപാട് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ ഇതൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് പഠിക്കാനും അല്ലെങ്കിൽ എടുക്കാനും സാധിക്കുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഡംബ്-കെയിൻ്റെ ഒരു വെറൈറ്റിയാണ്, ഡിഫർബേഷ്യ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ് ആണ്. പക്ഷേ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോസിൽ പറയുന്നതായിരിക്കും കേട്ടോ. പലർക്കും അറിയുന്ന കാര്യമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു വരാൻ നേരം ഒരു ചാല് പോകുന്നുണ്ട്. പാണിയേലിപ്പോരിൻ്റെ തന്നെ ഒരു ഡിവിഷനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നല്ല പരന്ന് കിടക്കുന്ന ഒരു പറമ്പുണ്ട്. അവിടെ നിറച്ച് റെഡ് കലേഡിയാണ്. അതായത് നല്ല ഭംഗിയുള്ള മിനിയേച്ചർ സൈസിലുള്ള കലേഡിയാണ്. അത് ആ സൈസൊന്നുമല്ല, പക്ഷേ നമുക്ക് അങ്ങനെയും വളർത്താം. ഇതിനെ ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയായിട്ട് മിനിയേച്ചർ പോട്ടിലൊക്കെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് വളർത്തി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പറമ്പിൽ നിന്നും കുറച്ച് കലേഡിയം പെറുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയുണ്ട് ഈ മെയ്ഡൻ ഹെയർ ഫോൺസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കലേഡിയം കൊണ്ടുപോകാം, അതുപോലെ തന്നെ ഈ ഒരു ഫേണും എടുക്കാം. ഓരോ തവണയും നമ്മൾ ചെടി കാറിൽ വെക്കുമ്പോൾ നമ്മൾ കൈ കഴുകിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വണ്ടിയിലേക്ക് കയറുന്നതും. അതിന് മുന്നേ നമ്മൾ സാനിറ്റൈസും കൂടെ ചെയ്തിട്ടാണ് വണ്ടിയിലേക്ക് കയറുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ഇത്തരം പ്രിക്വേഷൻസ് എടുത്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ പ്രിക്വേഷൻസ് എടുത്തിട്ട് വേണം ഈ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു കലേഡിയം കൂടെ കൈക്കലാക്കി കാറിൽ വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ വിശാലമായിട്ട് കിടക്കുന്ന പറമ്പിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് അങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേനും നമുക്കിത് അരേലിയയുടെ ഒരു വെറൈറ്റി കിട്ടി കേട്ടോ. അതൊരുപാട് ഇങ്ങനെ തണ്ട് കൊടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പണ്ട് കാലത്ത് ആരെങ്കിലും ഇങ്ങനെ കുത്തി വെച്ചതായിരിക്കാം. പക്ഷേ ഇപ്പം മഴ പെയ്തപ്പോഴത്തേനും ഇങ്ങനെ മുളച്ച് വന്നതാണ് സംഭവം. എന്തായാലും അരേലിയയുടെ ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിലില്ല. അരേലിയ പപ്പടച്ചെടി എന്നൊക്കെ പലരും പറയുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്ത് തല്ല് കൊള്ളാതിരിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇലയൊക്കെ നമ്മൾ തലയിൽ വെച്ചിട്ടൊക്കെ പോകും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഓർമ്മ ഞാൻ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയും കൂടെ ഞാൻ എടുത്തു. അതിൻ്റെ ഒരു 2 കമ്പ് ഞാൻ എടുത്തിട്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കമ്പായിരുന്നു, നല്ല കളർഫുള്ളായിട്ട് ഒരു വെരിഗേഷൻ കറക്റ്റ് കിട്ടിയിട്ടുള്ള 2 കമ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് ഹണ്ടിങ്ങിൽ നമ്മൾ അവസാനത്തെ ഒരു പ്ലാന്റ് എടുക്കാൻ പോവുകയാണ്. അത് വേറെ ഒന്നുമല്ല, സിങ്കോണിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വെരിഗേറ്റഡ് ആയിട്ടുള്ള സിങ്കോണിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ക്രീപ്പിംഗ് ടൈപ്പാണ്, പക്ഷെ നമുക്കത് ബുഷിയായിട്ടും നമുക്കൊരു പോട്ടിലൊക്കെ വെക്കാം. അപ്പോൾ അതും ഇതുപോലെ തന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ മതിലൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച് കിടക്കുന്ന പോലെയുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ 1-2 റൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് കലേഡിയം, നമ്മൾ നേരത്തെ ആദ്യം കണ്ട കലേഡിയം വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇയർ കലേഡിയം ഒക്കെ ഇവിടെ ഉണ്ട്. അതൊന്നും ഞാൻ എടുത്തില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് റൂട്ടഡ് ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൽ വെരിഗേറ്റഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് പ്ലെയിൻ കളേഴ്സ് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ വെരിഗേറ്റഡ് ടൈപ്പ് മാത്രം ഇതുപോലത്തെ പ്ലാന്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് വീട്ടിൽ കൊണ്ടുപോയി ഇനി പോട്ട് ചെയ്യണം. അപ്പോൾ ഇത് എടുക്കൽ മാത്രമല്ല, ഈ ഒരു പോട്ട് ചെയ്യലും പിന്നെ അതിൻ്റെ ഒരു സംരക്ഷണമൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഇതിനെ നമ്മൾ ICUവിൽ തന്നെ ഇടുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിന് ആ ഒരു മണ്ണിൽ നിന്ന് മറ്റൊരു മണ്ണിലേക്ക് മാറ്റുമ്പോൾ ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവരെ തരണം ചെയ്യാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ വരുന്ന വഴിക്ക് ഇതുപോലുള്ള ടയർ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ചട്ടികൾ കണ്ടു. പക്ഷെ ചോദിച്ചപ്പോൾ നല്ല റേറ്റാണ് പറയുന്നത്. അത്രയും റേറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാനതൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നത്തെ പ്ലാൻ ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേഗം കാണാം കേട്ടോ. ടാറ്റാ, ബൈ.